ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏറ്റവും വലിയ വിപ്ലവം കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. മനുഷ്യബുദ്ധിയെ അനുകരിക്കാനും സങ്കീർണമായ ജോലികൾ വേഗത്തിൽ ചെയ്യാനും കഴിവുള്ള യന്ത്രങ്ങളുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. ഏതൊരു സാങ്കേതിക വിദ്യയും പോലെ എഐക്കും ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. എയുടെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അസാമാന്യമായ വേഗതയും കൃത്യതയുമാണ്. മനുഷ്യർ മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്ന വലിയ കണക്ക് കൂട്ടലുകളും വിവരശേഖരണവും സെക്കൻഡുകൾക്കുള്ളിൽ കൃത്യതയോടെ ചെയ്യാൻ എഐക്ക് സാധിക്കുന്നു. ആരോഗ്യ മേഖലയിലും വിപ്ലവം കൊയ്യാൻ എഐക്ക് സാധിക്കുന്നുണ്ട്. രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും ശസ്ത്രക്രിയകൾ കൂടുതൽ കൃത്യതയോടെ ചെയ്യാനും എഐ വലിയ രീതിയിൽ സഹായിക്കുന്നു. ഇത് ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാൻ കാരണമാകുന്നു. വിദ്യാഭ്യാസ രംഗങ്ങളിൽ കുട്ടികൾ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് പാഠഭാഗങ്ങൾ ലളിതമായി പഠിക്കാൻ സഹായിക്കുന്ന പേഴ്സണലൈസ്ഡ് ലേണിംഗ് എഐ വഴി സാധ്യമാകുന്നു. മാത്രമല്ല, കനികളിലോ ബഹിരാകാശത്തോ മനുഷ്യർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ യന്ത്രമനുഷ്യരെ അഥവാ റോബോട്ട്സ് ഉപയോഗിച്ച് ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ദോഷങ്ങളും ഏറെയാണ്. കൂടുതലായി എഐയെ കുറിച്ച് പഠിച്ചാൽ ആ മേഖലയിൽ ജോലി സാധ്യതകൾ ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ മനുഷ്യർ ചെയ്യുന്ന പല ജോലികളും യന്ത്രങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വളരെയേറെ തൊഴിൽ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വകാര്യത പ്രശ്നങ്ങൾ എഐ കൃത്യമായി പ്രവർത്തിക്കാൻ വലിയ തോതിൽ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരുന്നത് ആളുകളുടെ സ്വകാര്യതയ്ക്ക് ഭീഷണിയാകുന്നു. അതുപോലെ വൈകാരിക ബുദ്ധിയുടെ കുറവ് എഐക്കുണ്ട് എന്നതു വസ്തുതയാണ്. യന്ത്രങ്ങൾക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കാനോ വൈകാരിക കാര്യങ്ങളെ സമീപിക്കാനോ കഴിയില്ല. അതിനാൽ ചില നിർണായക സാഹചര്യങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും എഐ അമിതമായി ആശ്രയിക്കുന്നത് മനുഷ്യന്റെ സ്വന്തം ചിന്താശേഷിയെയും സർഗാത്മകതയെയും ദോഷകരമായി ബാധിക്കും. എല്ലാവരും ഇന്റർനെറ്റിലേക്ക് ചുരുങ്ങുന്നു. അതുമൂലം ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. അതുപോലെ ഈ മേഖലയിൽ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റയും സ്വകാര്യ വിവരങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് മനുഷ്യരെ പലതിലേക്കും ചെന്നെത്തിക്കും. യന്ത്രങ്ങൾ ചെയ്യുന്നത് അവയെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ്. മനുഷ്യ സഹജമായ വികാരങ്ങളോ സർഗാത്മകതയോ എഐക്ക് പൂർണ്ണമായും പകർത്താൻ കഴിയില്ല. യന്ത്രങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകാം, എന്നാൽ മനുഷ്യൻ ഉള്ളതുപോലെ വിവേകവും മനസാക്ഷിയും സ്നേഹവും അവയ്ക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും എഐ അമിതമായി ആശ്രയിക്കുന്നത് മനുഷ്യന്റെ സ്വന്തം ചിന്താശേഷിയെയും സർഗാത്മകതയെയും ദോഷകരമായി ബാധിക്കും. വ്യാജ വീഡിയോകളും ചിത്രങ്ങളും വാർത്തകളും നിർമ്മിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എഐ തെറ്റായ കൈകളിൽ എത്തുമ്പോൾ കാരണമായേക്കാം. ഇതൊക്കെയും അതിൻ്റെ ദോഷങ്ങളിൽ പ്രധാനമായ കാര്യങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് ഒരു വാളാണ്. അത് നമ്മെ സഹായിക്കാനും മുറിവേൽപ്പിക്കാനും ശേഷിയുള്ളതാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ നമുക്ക് തടയാനാവില്ല. എന്നാൽ അത് വിവേകത്തോടെയും മനുഷ്യത്വത്തോടെയും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മെ ഭരിക്കാനല്ല, മറിച്ച് നമ്മുടെ ജീവിതം എളുപ്പമാക്കാനുള്ള ഒരു ഉപകരണമായി മാത്രം എഐയെ കാണുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.